അന്നത്തെ പോലെ ഇതാ ഇന്നും നമ്മൾ ബൈക്കിനാട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത്. വേറെ എവിടെയില്ല, നമ്മുടെ ഫ്ലാറ്റിന് തൊട്ട് മുമ്പിലുള്ള മൈസൂർ അമ്മയിലേക്ക് നടന്നുകൊണ്ട് ദൂരമുള്ളൂ, ഒരു മിനിറ്റിൻ്റെ കാര്യമുള്ളൂ. പക്ഷേ ബൈക്ക് പോകാനൊരു പൂതി നമ്മൾ ചെയ്യാമല്ലോ. മൂന്ന് പേരും കൂടി ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോകട്ടെന്ന്. ഇന്ന് സൺഡേ ആണല്ലോ, അപ്പോൾ യാനക്കുട്ടീനെ കൊണ്ട് സൺഡേ ഞങ്ങൾക്ക് ഒരു ഔട്ടിങ് പതിവുള്ളതാണ്. ഞങ്ങൾ സൺഡേ ദിവസം വീട്ടിലൊന്നും കുക്കാറില്ല, എല്ലാം പുറത്തുനിന്നാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഫോറം മാളിൽ പോകാമെന്ന് വിചാരിച്ചു. ഫോറം മാളിൽ പോയിട്ട് മോളെ കുറച്ച് ഗെയിംസൊക്കെ കളിക്കാമെന്ന് വിചാരിച്ചു. അതിന് മുന്നേ വേറൊരു കാര്യമുണ്ട്, അത് സർപ്രൈസാണ്, ഇപ്പോൾ പറയുന്നില്ല. കാറിൽ കയറി കഴിഞ്ഞാൽ യാനക്കുട്ടിക്ക് ഒന്നെങ്കിൽ പാട്ട് വയ്ക്കണം, അല്ലെങ്കിൽ കാർട്ടൂൺ തരുമെന്ന് ചോദിക്കും. ഇത് രണ്ടും ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് ഞാൻ വന്ന് ബുക്സ് വായിച്ചു. അപ്പോൾ കുറച്ചൊന്ന് ബുക്സ് വായിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു ഒന്ന് മടുത്തു പോകും. അപ്പോൾ പിന്നെ ശരിയെന്നാന്ന് വെച്ച് ഞാൻ അവളും കൂടി കളിക്കട്ടോ. ഈ പണ്ട് കുട്ടിക്കാലത്ത് കളിച്ചിരുന്ന ഗെയിംസൊക്കെ ക്ലാസ് കുപ്പി ക്ലാസ്സൊക്കെ, ഇതൊക്കെ എൻ്റെ അമ്മയാട്ടോ യാനക്കുട്ടിക്ക് പറഞ്ഞു കൊടുത്തേ. അവൾ അതൊക്കെ പഠിച്ചു അവളത് ഫ്രീ ടൈമിൽ. ഇപ്പം ഞാനിപ്പോൾ അവളെ കൂടെ കളിക്കേണ്ട അവസ്ഥ. ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം. അതെന്താണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല, പിന്നെ ഞാൻ നിങ്ങൾക്ക് പറയാം. അപ്പോൾ ഞാനിവിടെ വന്നു, ഇവിടുന്ന് കുറച്ച് ലൈറ്റായിട്ടൊക്കെ ഒന്ന് കഴിച്ചു. പിന്നെ ഞാനിവിടെ അവർ പറഞ്ഞു, അപ്പോൾ ഇവിടെ കുറച്ച് ചിൽഡ്രൻസിൻ്റെ പ്ലേ ഏരിയ ഉണ്ട്, എന്നാൽ പിന്നെ അതൊന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് യാനക്കുട്ടീനെയും കൊണ്ട് ഞങ്ങൾ പിന്നെ പ്ലേ ഏരിയയിൽ പോയിട്ടോ. അവിടെ പിന്നെ പ്ലേ ഏരിയയിൽ തന്നെ കളിക്കാനൊക്കെ അങ്ങ് പോയി. ഇതിവിടെ എന്തൊക്കെയോ ഇവരുടെ മീറ്റിംഗ് റൂംസും കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് പ്ലേ ഏരിയ. ഇവിടെയാണ് യാനക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടം ഇവിടെ വന്നു കഴിഞ്ഞാൽ കളിക്കാൻ. നല്ല സ്പേസാണ് കേട്ടോ, ഭയങ്കര ലാവിഷ് സ്പേസാണ്. പിള്ളേർക്കൊക്കെ ഓടി കളിക്കാനുള്ള സ്ഥലമുണ്ട്. ഞങ്ങളിവിടെ വരാറുണ്ട് കേട്ടോ, ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ തന്നെയാണിത്. പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് മീറ്റപ്പൊക്കെ ഇവിടെ ഉണ്ടാവാറുണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ കിഡ്സിൻ്റെ ബർത്ത്ഡേ പാർട്ടീസൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴേക്കും ഞങ്ങളിവിടെ വന്നിട്ടുണ്ടായിരുന്നു. നല്ല രസമാണ്, പിള്ളേർക്ക് ഇവിടെ കളിക്കാൻ കുറേ സ്ഥലങ്ങളുണ്ട്, കുറേ ടോയ്സ് ഉണ്ട്. പിന്നെ എന്താ വെച്ചാൽ നമുക്കിരുന്ന് സംസാരിക്കാം. ഇവർ ഇതിൻ്റെ ഉള്ളിലേക്ക് വിട്ട് കഴിഞ്ഞാൽ നമ്മൾ പാരൻസ് എന്ത് ചെയ്യുക, സ്കൂളായിട്ട് ഇരുന്ന് ഫുഡും കഴിച്ച് നമുക്ക് ചില്ല് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കാം. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഗുണം. അപ്പോൾ പറഞ്ഞു വന്ന് നമ്മളിപ്പോൾ അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റിൽ ചെയ്തിട്ട് ഞങ്ങൾ നേരെ ഫോറം മാളിലേക്ക് പോവുകയാണേ. ഫോറം മാൾ സൺഡേ ആയതുകൊണ്ട് തന്നെ പാർക്കിങ് ഏറ്റവും മേലെ P2 കിട്ടിയത്. നമ്മൾ കറങ്ങി എനിക്ക് തല കറങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെ അകത്തേക്കൊക്കെ കയറി അപ്പോഴേക്കും യാനക്കുട്ടി ഡിമാൻഡ്സൊക്കെ പറയുന്നുണ്ട്, ഞാൻ ഇത്ര ടൈം കളിക്കും, അത് കഴിഞ്ഞിട്ട് അവൾക്ക് ടോയ്സ് വേണം, അത് ഇതെന്നൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞേക്കപ്പോഴേക്കും ഭയങ്കര സംസാരമായിട്ട് ഞാൻ പോയി. പിന്നെ അവർക്ക് സംസാരിച്ചു, അവളെ കയറ്റി വിട്ട് വന്നു. അവൾക്ക് കളിക്കാനൊക്കെ കയറ്റി വിട്ടതിന് ശേഷം ഞാൻ എൻ്റെ ടൈറ്റിലേക്ക് നടന്നു. എന്താണെന്നറിയാം, കിക്കോ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു ഇറ്റാലിയൻ ബ്രാൻഡുണ്ട്, അവരുടെ ഷോപ്പ് നമ്മുടെ ഫോർമൽ വന്നിട്ടുണ്ട്. അടിപൊളി ഐറ്റംസ് അത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ട് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാനിത് ട്രൈ ചെയ്യാൻ പോകുന്നത്. സത്യം പറയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആക്ച്വലി ഇത് ഞാൻ സൺഡേ ഉച്ചക്കാട്ടോ ഇതിവിടെ എത്തിയത്. ഇത് ഞാൻ സൺഡേ ഉച്ചയ്ക്ക് ട്രൈ ചെയ്ത സാധനം ഞാനിപ്പോൾ ഈ വീഡിയോന് വോയിസ് ഓവർ കൊടുക്കുന്നത് മൺഡേ മോർണിംഗ്. സൺഡേ ഞാൻ വീട്ടിലെത്തിയിട്ട് ഫേസ് വാഷ് ചെയ്തിട്ടൊന്നും ഈ ലിപ്സ്റ്റിക്കൊന്നും പോയിട്ടുണ്ടായിട്ടില്ല. മൺഡേ മോർണിംഗ് വരെ ഇതിൻ്റെ ഉണ്ടായിരുന്നു. ഞാൻ എങ്ങനെയാണ് ഇപ്പോൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഫോട്ടോസിൻ്റെ പർച്ചേസ് ഉണ്ടെങ്കിൽ 1500 എക്സ്ട്രാ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ. വാലൻറ്റൈൻസ് ഡേ എന്തൊരു ഞാൻ സെലക്ട് ചെയ്തിരുന്ന 1500 റേറ്റ് ഉള്ളത്. പക്ഷേ എനിക്ക് അത് റീസണബിളായിട്ട് തോന്നി, കാരണം വെച്ചാൽ അത്രയും നല്ല ഷെയ്ഡ്സുമാണ്, അത്രയും നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. ആർക്കെങ്കിലും നമ്മൾ കൊടുത്താലും നമ്മൾ മുടക്കിയാൽ അയ്യോ എന്ന് നമ്മൾ പറയില്ല, നമ്മളുള്ളൊരു ഷെയ്ഡും. പിന്നെ അതിൻ്റെ കൂടെ ലിപ് ബാമും ഉണ്ട്, ലിപ് ഗ്ലോസും ഉണ്ട്. അതായത് ലിപ്സ്റ്റിക്ക് ഒരു സൈഡിൽ, ലിപ് ഗ്ലോസ് ഒരു സൈഡിൽ. അപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ അവർ പറഞ്ഞ് ലിപ്സ്റ്റിക്ക് ഇട്ടതിന് ശേഷം ലിപ് ഗ്ലോസ് കൂട്ടണം, അപ്പോഴാണ് ഫിനിഷിങ്. സത്യമായിട്ട് എനിക്കത് അങ്ങനെ ഇട്ടപ്പോഴേ നല്ല ഭംഗിയാണ്. നിങ്ങൾക്ക് എന്താ ഇഷ്ടപ്പെടും കേട്ടോ, നോക്കിക്കാൻ നിങ്ങൾ.
ഞാനിടാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ ആ കുട്ടി വന്നിട്ട് എനിക്ക് ഇട്ട് തന്നു കേട്ടോ. പിന്നെ ഞാൻ നിന്നോടുത്തു. കുട്ടിക്കാണെങ്കിൽ പ്രൊഫഷണലായിട്ട് ഇടാനൊക്കെ ശരിക്കും അറിയായിരിക്കുമല്ലോ. നമ്മൾ പിന്നെ അതിൽ കൈ കടത്തണ്ടെന്ന് വിചാരിച്ചു. ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല. കുട്ടി തന്നെ ഇട്ട് തന്നു. നല്ല അടിപൊളി നീറ്റായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായോ നോക്കണേ. എനിക്കെന്നെ വേറെ എന്തോ അല്ല, ഈ കൈൻഡ് ഓഫ് ഷീറ്റ്സ് ആണ് ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നത്. ചേരുന്നുണ്ട് മാം. ബ്രൈറ്റ് ഇട്ട് യൂസ് ചെയ്തുകൊണ്ടിട്ടാണ് മാമിന് ചേരുന്നില്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതിട്ടൊന്ന് പുറത്തിറങ്ങി വയ്ക്കേ. ഈ ഷെയ്ഡ് ഇട്ട് കണ്ടപ്പോൾ എനിക്ക് എന്നെ തന്നെ തോന്നുന്നു വേറെ ആരും ആയപോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് തോന്നുന്നുണ്ട്. എനിക്കത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഷെയ്ഡ്. തന്നെയാണോ ഇങ്ങനെ? യൂട്യൂബിലൊക്കെ മോസ്റ്റ് വൈറൽ ഷെയ്ഡ് ഇത്. ഏട്ടനത് ഇതിലേക്ക് നടക്കുന്നുണ്ട്. ലാസ്റ്റ് കുട്ടി പറഞ്ഞു ഏട്ടനോട് ഹസ്ബൻഡിനോടൊന്ന് ചോദിക്കണം. ഞാൻ ചോദിച്ചപ്പോൾ ഏട്ടൻ ചിരിച്ചങ്ങ് ഓക്കെ നിൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് വിട്ടു. ഏട്ടന് ഇഷ്ടപ്പെട്ടില്ല, അത്ര വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല ഗൈസ്. പിന്നെ എൻ്റെ ഇഷ്ടത്തിനാണ് ഇതായത്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതാണ് ഇങ്ങനത്തെ ഈ ലൈറ്റിൽ. പക്ഷേങ്കിൽ ഇതാ ഈ ലൈറ്റിൽ വരുമ്പോഴേക്കും കണ്ടോ, ഇതാണ് നല്ല കളറല്ലേ. എൻ്റെ ഫേസ് നന്നായിട്ട് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാനൊന്ന് ടിഷ്യൂവിൽ തുടക്കാൻ ഞാൻ വിട്ടുപോയി. അതുകൊണ്ട് തന്നെ കുറച്ച് പല്ലിലൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ട്. പിന്നെ അതൊക്കെ തുടച്ച് കളഞ്ഞു. പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഈ ഒരു റെഡ് ഷെയ്ഡാട്ടോ ട്രൈ ചെയ്തത്. ഞാൻ പൊതുവെ അങ്ങനെ റെഡ് അധികം ഇടാറില്ല. എന്തെങ്കിലും ഫങ്ഷനൊക്കെ വരുമ്പോഴത്തേക്ക് മിക്സ് ചെയ്തൊക്കെയാണ് ഇടാറ്. പക്ഷേ ഈ ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതും ഇതിൻ്റെ കൂടെ ആ ലിപ് ഗ്ലോസ് കൂടി വന്നപ്പോഴാട്ടോ ശരിക്കും ഭംഗി വന്നത്. അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത് രണ്ടുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, രണ്ടിൻ്റെയും ഉണ്ടായിരുന്നില്ല, ഫ്രഷ് പീസ് ഉണ്ടായിരുന്നില്ല. സോ അവർ പറഞ്ഞ് നെക്സ്റ്റ് വീക്ക് ആകുമ്പോഴേക്കും കൊണ്ടുത്തരാണ്. പിന്നെ എനിക്ക് വേറെ ലിപ് ഗ്ലോസും കൂടി ഇഷ്ടപ്പെട്ടായിരുന്നു. അതും കൂടി വാങ്ങിച്ചത്. അപ്പം ഇതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഇനി ഒരു ദിവസം കൂടി പോണക്കണ്ട. ഇതാട്ടോ ആ ഷെയ്ഡ്. നല്ല ഭംഗിയിൽ എൻ്റെ ഫേസിൽ നന്നായിട്ട് ചെയ്തു. നമുക്ക് ഈ ഒരു നമ്മുടെ ഫേസ് നല്ലോണം ബ്രൈറ്റായിട്ട് ഇങ്ങനത്തെയൊക്കെ ഷെയ്ഡ്സ് ഇടുമ്പോൾ ഞാൻ ആദ്യം കണ്ട ഷെയ്ഡ് ഇടുമ്പോൾ നമുക്ക് കുറച്ച് ഡാർക്ക് തോന്നും ഫേസ്. പക്ഷെ ഇപ്പം ഞാൻ ഈ ഒരു ഷെയ്ഡ് നമുക്ക് കുറച്ചും കൂടി നമുക്ക് കളർ തോന്നും. കുറച്ചും കൂടി ബ്രൈറ്റ് തരുന്നൊരു കളറാട്ടോ ഇത്. ഇതെല്ലാവർക്കും സൂട്ടാകുന്നൊരു കളറുമാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ലിപ് ഗ്ലോസ്. ഇത് അടിപൊളിയാണ്. പക്ഷേ ഇതിൻ്റെതും നമുക്ക് ഫ്രഷ് പീസ് ഇല്ല, ടെസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജസ്റ്റ് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. നിങ്ങൾക്ക് മനസ്സിലാകാൻ അറിയില്ല. കണ്ടു വെറും ലിപ് ഗ്ലോസ് മാത്രമാണ്. പക്ഷേ ലിപ്സ്റ്റിക്ക് ഇട്ട ഒരു ഫിനിഷിങ്ങും ആ ഒരു ഗ്ലോ ഉണ്ട് കേട്ടോ. അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പോൾ നമ്മളിപ്പോൾ സിംപിളി ഇപ്പോൾ ഒരു ജിമ്മിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു യോഗക്കൊക്കെ പോകുമ്പോൾ നമുക്കിത് മാത്രം ഇട്ടിട്ട് പോയാൽ നമ്മൾ ലിപ്സ്റ്റിക്ക് ഇട്ട് പോയാലുണ്ട്. പക്ഷേ എന്താ നമ്മുടെ ഫേസിന് എന്താ നന്നായിട്ട് ചേരുന്നതുകൊണ്ട് നമ്മുടെ ലിപ്പിനായൊരു ഗ്ലോസും കിട്ടുന്നുണ്ട്. മോയ്സ്ചറൈസറൊക്കെ അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ.
പിന്നെ ഞാൻ ആസ് യൂഷ്വൽ കുറച്ച് മറ്റേ സേഫീസൊക്കെ എടുത്ത് ഞാൻ നേരെ സിനിമ ഹൈപ്പർ മാർക്കറ്റിൽ പോയി അവിടുന്ന് ഷോപ്പിംഗ് കഴിഞ്ഞ് മാർക്കറ്റിൽ വിളിച്ചായിരുന്നു. വന്നിട്ട് കഴിഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് ഇരുന്നു ഇരുന്നൊരു കാരണം എന്ന് പറഞ്ഞാൽ തമാശയിൽ അതിൻ്റെ ആകെ ഇതിനൊരു കഴിക്കാനും കുറച്ച് ലാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞ് ഇതിൻ്റെ കഴിഞ്ഞ് എന്താണെന്ന് എനിക്കൊന്നും മനസ്സിലാകുന്നു. പക്ഷെ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുന്നു. ഭയങ്കര ചെയ്ത് ഭയങ്കര കഴിക്കും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. കളിയൊക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു. ഞാനും ഏട്ടനും അത് നോക്കിയിരുന്നു. പിന്നെ അവളുടെ സന്തോഷമാണല്ലോ ഞങ്ങൾ സന്തോഷം എന്ന് ചോദിച്ചാൽ ഞങ്ങൾ പിന്നെ അവൾ എൻജോയ് ചെയ്തിട്ടെന്ന് വെച്ച് ഇങ്ങനെ മാറിയിരുന്നു. ആക്ച്വലി ഞങ്ങൾ ഉച്ചയ്ക്ക് അവിടുന്ന് ഫുഡ് കഴിക്കുന്നതൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വിശന്നില്ല, ഒന്നും ദഹിച്ചില്ല. അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞ് ഒരു എക്സിബിഷൻ ഉണ്ട് പനമ്പഴ നഗറിൽ, അവന് വെച്ചാൽ നമുക്ക് അവിടെ പോകാം. അങ്ങനെ ഞാനും അവളും കൂടി അങ്ങോട്ടേക്ക് പോയി, ഏട്ടനും പിള്ളേരും കൂടി വീട്ടിലേക്ക് പോയി. അങ്ങനെ ഞങ്ങൾ ഷോപ്പിങ്ങിന് വേണ്ടി അങ്ങ് അകത്ത് കയറിയത് മാത്രമേ ഉള്ളൂ. പിന്നെ എന്താ പറയുക, സി.ഐ.ഡി മോസയിൽ ബിന്ദുപ്പണിക്കൊരു അവസ്ഥയാണ്, എന്തെടുക്കും എന്നുള്ള അവസ്ഥയായിരുന്നു ഞങ്ങൾ. അങ്ങനെ ഓടി നടന്ന് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. ഈ ജൂട്ടിക്സിന് നല്ല ബാഗിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു, നല്ല ചെരുപ്പും ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വാങ്ങിച്ചു, ബാഗും വാങ്ങിച്ചു, ചെരുപ്പും വാങ്ങിച്ചു. പിന്നെ ഇത് നമ്മുടെ ഓട്ടിസം കുട്ടിയുണ്ടായിരുന്നു ബ്രൗണീസും ബിസ്ക്കറ്റ്സാണ്, നല്ല ടേസ്റ്റാണ്. പിന്നെ അവിടുന്ന് അവർക്കൊരു ഹെൽപ്പാണ് അവിടുന്ന് വാങ്ങുന്നത്, ഓട്ടിസം കുട്ടികളുണ്ടാക്കുന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് അവരുടെ ബിസ്ക്കറ്റും ബ്രൗണീസും വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് വയറിനെ നമ്മൾ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ലസ്സി കുടിക്കും. നമ്മളൊരു ലസ്സി പറഞ്ഞു, പിന്നെ ഒരു പാവ് ഭാജി പറഞ്ഞു, പിന്നെ ഒരു ആലു ചാട്ട് പറഞ്ഞു. അങ്ങനെ ഇതാണ് മക്കളെ ആ ലസ്സി. ഇതാണ് നമ്മളുടെ പുതിയ റിങ്ങാണ്, അതാണ് അവിടെ ഇറങ്ങി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ ലസ്സി അടിപൊളി ടേസ്റ്റ്, അടിപൊളി കൊച്ചു നമുക്ക് ബെസ്റ്റ് ലസ്സി എന്ന് വേണമെങ്കിൽ പറയാം. ലസ്സിയും കുടിച്ച് അതിനോട് പാവച്ചും കഴിച്ചു. നമ്മൾ ആദ്യം ചാട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു, അതും കഴിച്ചു. അത് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ആദ്യച്ചാട്ടിന് ഭയങ്കര മാത്രം. അപ്പം വിചാരിച്ചു നല്ല ചൂട് ചായ കുടിക്കാം. തൊട്ടപ്പുറത്തേനും ചായപ്പൊടി അങ്ങോട്ടേക്ക് പോയി. അവിടെ കഴിയുമ്പോൾ നല്ല ചൂട് ചായ മധുരത്തിൽ പറഞ്ഞു. അങ്ങനെ ആ ചേട്ടൻ കൊടുക്കുന്ന ചൂട് ചായയും വാങ്ങിച്ചിട്ടേ കുടിക്കാൻ പോവാണേ. ചായ കുടിക്കാൻ തുടങ്ങുമ്പോഴേക്കും ഞങ്ങളുടെ വീട്ടിലേക്ക് കോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ 2 പേരുടെ മക്കളെ ഞങ്ങൾ ഭർത്താക്കന്മാരാക്കിയിട്ടാണ്. സോ എന്താണെങ്കിലും വരുമല്ലോ, അങ്ങനെ ഇതാക്കാം ട്രാൻസ്പോർട്ട് അറിയാതിരിക്കാൻ വയ്യ. നല്ല ചായ. പിന്നെ ആകെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു താഴെയായതുകൊണ്ട് മുകളിൽ നമുക്ക് കഷ്ടിക്കുമോ എന്നുള്ളൊരു പേര് മാത്രമേ ഉണ്ടായിരുന്നത്. ബാക്കി കട്ടി വരും. നല്ല രസമല്ലേ നമുക്കിങ്ങനെ ഒരു വൈകിട്ടൊരു സ്ഥലത്ത് പോയി ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്ന് സംസാരിച്ച് ഇങ്ങനെ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ചില്ല് ചെയ്ത് വായി നോക്കി കമൻ്റൊക്കെ അടിച്ച് ഇങ്ങനെ നടക്കാൻ. അതൊരു രസം തന്നെയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.